ഓക്കെ. സോഷ്യൽ റിഫോമേഴ്സ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പിന്നെ അവരുടെ സംഘടന, പ്രസ്ഥാനം, പ്രവർത്തനം. ഒന്നാമത്തേത് വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ, കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം. മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന രീതികളാണ് ഇതെല്ലാം. ജോയിന്റ് ഫാമിലി സിസ്റ്റം, കൂട്ടുകുടുംബ സമ്പ്രദായം. അതായത് ഒരു കുടുംബത്തിലെ ഒരുപാട് പേര്, ചിലപ്പോൾ 100 അതിലധികം ഒക്കെ ഉണ്ടാവും, ഒക്കെ ഒറ്റ ഫാമിലി ആയിട്ട് താമസിക്കാം. വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഒരു വീട്ടിൽ തന്നെ കുറെ ആൾക്കാരുണ്ടാവും. ചില സിനിമകളിലൊക്കെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബ വ്യവസ്ഥ. അപ്പൊ ഒരു വീട്ടിൽ തന്നെ കുറെ കുട്ടികളും കുറെ ആൾക്കാരും, അപ്പൊ എല്ലാവർക്കും വേണ്ടത്ര വിദ്യാഭ്യാസമോ പരിചരണമോ ഒന്നും കൊടുക്കാൻ പറ്റില്ല കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ. അപ്പൊ അതിനെതിരെ ചട്ടമ്പി സ്വാമികള് പ്രൊട്ടസ്റ്റ് ചെയ്തു. പിന്നെ സംബന്ധം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരു വീട്ടില് പോയിട്ട് വിവാഹം ചെയ്യാന്ന് വെച്ചാൽ പുടവ കൊടുക്കുക, അങ്ങനെ ചെറിയൊരു, എന്നിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് പുരുഷന്മാര് അങ്ങനെ ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. സംബന്ധം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതായത് പുരുഷന്മാര് പല സ്ഥലങ്ങളിലും പോയിട്ട് സ്ത്രീകളെ സംബന്ധം ചെയ്യാന്ന് പറയും. ഒരു തരത്തിലുള്ള ഒരു വിവാഹം തന്നെയാണ്. എന്നാൽ പല സ്ത്രീകളെ, ഒരു പുരുഷൻ തന്നെ അങ്ങനെ പല സ്ത്രീകളെ അങ്ങനെ സംബന്ധം കഴിക്കും. പിന്നെ അവരെ നോക്കൊന്നുമില്ല, അവരെ മക്കളെയും നോക്കില്ല. അപ്പൊ അതൊരു അനാചാരമായിരുന്നു. കാരണം കുടുംബത്തെ നോക്കുന്നില്ല, ഭാര്യ മക്കളൊന്നും നോക്കുന്നില്ല, എവിടെയെങ്കിലും കുറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ സംബന്ധം കഴിക്കാന്നുള്ളൊരു അനാചാരം ഉണ്ടായിരുന്നു. ഇതിനെതിരെയും പിന്നെ മരുമക്കത്തായം. മക്കൾക്കല്ല സ്വത്തിലെ അവകാശം ഉണ്ടായിരുന്നത്. സ്വത്തിലെ അവകാശം ഉണ്ടായിരുന്നത് വീട്ടിലെ മുതിർന്ന സ്ത്രീയുടെ ആങ്ങളുടെ മക്കൾക്കാണ്. മക്കൾക്ക് അവകാശമില്ല. സ്വന്തം മക്കൾക്ക് അച്ഛനമ്മമാരുടെ സ്വത്തിൽ അവകാശമില്ല. അവകാശമുള്ളത് മാമന്മാരെ മക്കൾക്ക്. അങ്ങനെ ഒരു രീതിയായിരുന്നു മരുമക്കത്തായം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നത്. അതായത് പെങ്ങളുടെ മക്കൾക്കാണ് അധികാരവും അല്ലെങ്കിൽ സ്വത്തൊക്കെ കൊടുക്കുക. അതിനെയാണ് മരുമക്കത്തായം എന്ന് പറയാം. സ്വന്തം മക്കൾക്ക് സ്വത്തിലൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതും ഒരു തെറ്റായ രീതിയായിരുന്നു. ഇതിനെതിരെയാണ് ചട്ടമ്പി സ്വാമികൾ പോരാടിയത്. പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം, മരുമക്കത്തായം. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. പിന്നെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP. കുര്യാക്കോസ് ഏലിയാസ് ചവറ, established educational institutions and orphanages. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. 4 എഴുതി അയച്ചോട്ടാ. ഈ 4 എഴുതി അയച്ചു എല്ലാവരും.
വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കൃഷ്ണപ്രിയ പറഞ്ഞോ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. വേറെ അയച്ചില്ലല്ലോ. ദിക്ത പറയേ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. ഓക്കെ. ഗൗരി. ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ഓർഫനേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിരഞ്ജന. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിദ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്.
സന്മയ. സ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികള് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. അമൃത. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്വാതി. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. എഴുതി അയക്കാത്തവരൊക്കെ മണ്ടന്മാർ മടിയന്മാരിൽ പേരിട്ട് ഗ്രൂപ്പിലിടും കേട്ടാ. എഴുതി അയച്ചിട്ട് പറയാത്തവരെ. ആര്യനന്ദ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. വിഷാന. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഇടാ. നെക്സ്റ്റ് അയ്യങ്കാളി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ഇതാ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അതാരാ മുസ്ലിം മഹാജനസഭ? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരാ? ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പഠിച്ച അയ്യങ്കാളി എന്താ? അയ്യങ്കാളിയുടെ ഓർഗനൈസേഷൻ ഏതാ? പ്രസ്ഥാനം ഏതാ? സാധു ജന പരിപാലന സംഘം. ഇടാ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്താ? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അടുത്തത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. സഹോദര പ്രസ്ഥാനം. അത് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ പേരിട്ടാ, കേരളത്തിലത്തെ ആയതുകൊണ്ടാണ് അങ്ങനെ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. നമുക്ക് അത് നാലെണ്ണം പഠിച്ചോട്ടാ.
നാലെണ്ണം പഠിച്ചോ? അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ. എന്നാലും എഴുതി അയച്ചോ. അനഘ പി ബി. സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏരിയസ് ചവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ്. നയന. സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ, പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സമ്മർദ്ദം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ്. നാജി എന്താ വിളിച്ചേ? നാജിയ. ഓക്കെ. അനഘ യെസ്. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ, പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ്. കൃഷ്ണജ. പറയേ. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ, ജോയിന്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം മരുമക്കത്തായം, ശ്രീനാരായണ അമൃത. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവനന്തപുരം മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ, ആത്മ വിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ, സഹോദര പ്രസ്ഥാനം, സഹോദര പ്രസ്ഥാനം എന്നുള്ളോട്ടാ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമാജം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അരയ സമാജം. മന്നത്ത് പത്മനാഭൻ, NSS, നായർ സർവീസ് സൊസൈറ്റി. അത് നമ്മൾ മന്നം ജയന്തി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ? മന്നം ജയന്തി ആരെങ്കിലും ശ്രദ്ധിച്ചാ? മന്നം ജയന്തി സ്കൂൾ മുടക്കായിരുന്നു. എല്ലാ വർഷവും സ്കൂൾ ഒരു ദിവസം മുടക്കിട്ട് കലണ്ടറിൽ ചോപ്പ്. അത് ഇദ്ദേഹമാണ് കേട്ടാ, മന്നത്ത് പത്മനാഭൻ. മന്നം ജയന്തി കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ്, NSSന്റെ. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കുമാര ഗുരുദേവൻ.
ഇത് മലയാള പേരുകളായതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലുള്ളവരൊന്നും മലയാളം വായിച്ചു നോക്കുന്നത് നല്ലതാ. നിങ്ങൾ പേര് പറയുമ്പോൾ ഒരു ശരിയായ രീതിയിൽ പലരും പേര് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ മലയാളത്തിലുള്ള പേരൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്, എന്നിട്ട് ഇംഗ്ലീഷ് വായിച്ച്. കാരണം മലയാള പേരുകളായതുകൊണ്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരു ഉച്ചാരണം ചില ഇതിന് കിട്ടിയെന്ന് വരില്ല. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അരയ സമാജം. മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി NSS. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇത് പേര് പഠിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, കാണാപ്പാടം പഠിക്കേണ്ട രീതിയിലുള്ള ഒരു സംഭവമാണ് അത്. പക്ഷേ ഫോക്കസ് ഏരിയയിലുണ്ട്, ഫോക്കസ് ഏരിയയിലുള്ള സംഭവമാണ്, അതുകൊണ്ട് പ്രാധാന്യമുണ്ട്. ഫോക്കസ് ഏരിയ ഇല്ലെങ്കിൽ നമുക്കിത് ഒഴിവാക്കായിരുന്നു, പക്ഷെ ഇത് ഫോക്കസ് ഏരിയയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 4 എഴുതി അയച്ചോട്ടാ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അരയ സമാജം. മന്നത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ PDF ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നോക്കാം. അതുല്യ പറഞ്ഞാണോ? അതുല്യ പറയേ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. സ്വാതി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. നാജിയ. നാജിയ. കൃഷ്ണപ്രിയ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, അരയ സമാജം. മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഓക്കെ. അയന. അയന. അൻഷാലി. ജനപരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ സംഘം, സഹോദര അയ്യപ്പൻ സഹോദര സംഘം, പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ, സമാജം. പത്മനാഭൻ സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട്, യോഗക്ഷമത. കുമാരഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. കൃഷാന. അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. അതുല്യ കൃഷ്ണ.
അതുല്യ കൃഷ്ണ പി യു. അടുത്ത് നോക്കാം. ചാന്നാർ കലാപം. ചാന്നാർ കലാപം മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അത് അന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ജാക്കറ്റ് ധരിക്കാനോ മേൽമുണ്ടോ ധരിക്കാനോ ഉള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു വളരെ മോശമായ സാമൂഹിക അവസ്ഥയായിരുന്നു. ഇതാണ് ചാന്നാർ ലഹള, ചാന്നാർ കലാപം. ചാന്നാർ കലാപം. ചാന്നാർ റിവോൾട്ട്. The Channar women. The Channar women of Southern Travancore. The Channar women of Southern Travancore. Southern Travancore-ലെ, തെക്ക് തിരുവിതാംകൂറിലെ ഫോർട്ട് അവര് പോരാടി. ഫോർ ദ റൈറ്റ്, അവകാശത്തിന് വേണ്ടി. ടു കവർ, മറയ്ക്കാനായിട്ട്. ദയർ അപ്പർ ബോഡി, അവരുടെ അപ്പർ ബോഡി മറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഫൈറ്റ് ചെയ്തു, അതിനുള്ള അവകാശം കിട്ടാൻ വേണ്ടിയിട്ട്. ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായി ഉത്രം തിരുനാൾ മഹാരാജ വാസ് ഫോഴ്സ്ഡ്. ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി ടു പെർമിറ്റ്, അനുവദിക്കാൻ ദ ചാന്നാർ വിമൻ, ചാന്നാർ സ്ത്രീകൾക്ക് ടു വെയർ ജാക്കറ്റ്സ്, ജാക്കറ്റ് ധരിക്കാനായിട്ട്. ഇൻ 1859, 1859. ഇത് പഠിക്കാൻ പറ്റുമോ? ചെറുതാക്കണ? ഷോർട്ടാക്കണ? ഇപ്പൊ വേഗം പഠിച്ചോട്ടാ. ഷോർട്ടാക്കണ ഇങ്ങനെ പറഞ്ഞാൽ മതി. ചാന്നാർ വിമൻ ഫോർട്ട് ഫോർ ദ റൈറ്റ് ടു വെയർ ജാക്കറ്റ്സ്, അങ്ങനെ പറഞ്ഞാലും മതി കേട്ടാ. ചാന്നാർ വിമൻ ഫോർട്ട് ഫോർ ദ റൈറ്റ് ടു വെയർ ജാക്കറ്റ്സ്. ഉത്രം തിരുനാൾ മഹാരാജ permitted to wear jacket. മനസ്സിലായ? ഷോർട്ട് മതി എന്നുള്ളവർ അങ്ങനെ എഴുതിക്കോ. ചാന്നാർ വിമൻ fought for the right to wear jackets. ഉത്രം തിരുനാൾ മഹാരാജ permitted to wear jackets. ഈ രണ്ട് സെന്റൻസ് പറഞ്ഞാലും മതി. ക്ലിയർ ആണോ?
അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. The Chanar women fought for the right to wear jacket. Uttram Tirunal Maharaja permitted to wear the jackets. മലയാളത്തിലെ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശത്തിനായി ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഉത്രം തിരുനാൾ മഹാരാജാവ് അനുവദിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ 2 സെന്റൻസ് പറഞ്ഞാൽ മതി കേട്ടാ. ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശത്തിനായി ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഉത്രം തിരുനാൾ മഹാരാജ അത് അനുവദിക്കാൻ നിർബന്ധിതനായി. ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. എന്തിനാ? ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശത്തിനായി ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഉത്രം തിരുനാൾ മഹാരാജാവ് ഇത് അനുവദിക്കാൻ നിർബന്ധിതനായി. ഓക്കെ, ക്ലിയർ അല്ലേ? നാളെ നിങ്ങൾക്ക് 8:30 to 9:30 എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മാഷ്. 8:30 to 9:30 സ്കൂൾ ഉണ്ടോ നാളെ? മറ്റത്തിൽ സ്കൂൾ ഉണ്ടോ? മറ്റം ഗേൾസ് നാളെ സ്കൂൾ ഉണ്ടോ? 8:30 to 9:30 അവിടെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റുമോ മറ്റത്തില്? സാധിക്കുമോ നിങ്ങൾക്ക്? എട്ടര ടു 9:30 മറ്റത്തിലുള്ള കുട്ടികൾക്ക് അവിടെ എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ മാസ്റ്റർ. ഓക്കെ, നയന പറയട്ടാ. നയന പറയേ. ആ, ജനപരിപാലന യോഗം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആത്മവിദ്യാരംഗം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് KP കറുപ്പൻ ആര്യ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി DV ഭട്ടതിരിപ്പാട് ഭോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ.
ഫിദ പറയട്ടാ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്ബടാനന്ദൻ ആത്മ വിദ്യാസംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരായ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ Chanar revolt. The Chanar women of southern Travancore fought for the right to cover their upper body. As a result, Uttaram Tirunal Maharaja was forced to permit the Chanar women to wear jackets in 1859. Varsha. വർഷ പറയട്ടെ. വർഷ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ Chanar revolt. The Chanar women of southern Travancore fought for the right to cover their upper body. As a result, Uttaram Tirunal Maharaja was forced to permit the Chanar women to wear jackets in 1859. Okay. സന്മയ പറഞ്ഞതാണോ? സന്മയ പറഞ്ഞോ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യ സമാജം മന്നത്തു പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ Chanar revolt. The Chanar women of southern Travancore fought for the right to cover their upper body. As a result, Uttaram Tirunal Maharaja was forced to permit the Chanar women to wear jacket in 1859. Okay, good. വർഷ പറയും. മുസ്ലിം മഹാസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി ഭട്ടത്തിരിപ്പാട് ക്ഷേമസഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ Chanar revolt. The Chanar women of southern Travancore fought for the right to cover their upper body. As a result, Uttaram Tirunal Maharaja was forced to permit the Chanar women to wear jackets in 1859. Okay. Krishnaja. തമന്ന. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം തട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം സംബന്ധമായ നിർമ്മുഖത്തായം ശ്രീ
മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ, ആര്യ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT പട്ടത്തിരിപ്പാട്, യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, the Sanar women of Southern Travancore fought for the right to cover their upper body. As a result, Uttam Tirunal Maharaja was forced to permit their Sanar women to wear jacket in 1859. Okay. കൃഷ്ണപ്രിയ. Fought for the right to cover their upper body. As a result, Uttam Tirunal Maharaja was forced to permit the Sanar women to wear jackets in 1859. ഓക്കെ. അടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഫോക്കസ് ഏരിയ ആണ് കേട്ടാ. ചാനാറും ശ്രീനാരായണ ഗുരുവും ഫോക്കസ് ഏരിയ ആണ്. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രം പണിതിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തി. അത് കേരള ഹിസ്റ്ററിയിലത്തെ ഒരു വലിയൊരു മഹത്തായ ഒരു സംഭവമാണത്. The consecration of idol of Lord Shiva at Aruvipuram by Srinarayana Guru in 1888. The consecration ചെയ്യുന്ന പ്രതിഷ്ഠ നടത്താൻ അർത്ഥം. Of the idol of Lord Shiva, ശിവന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ നടത്തി. at അരുവിപ്പുറത്ത് by ശ്രീനാരായണ ഗുരു in 1888. 1888. The consecration of the idol of Lord Shiva at Aruvipuram by Srinarayana Guru in 1888. പഠിച്ച 1888 ശ്രീനാരായണ ഗുരു എവിടെയാണ് പ്രതിഷ്ഠ നടത്തിയത്? എവിടെ പ്രതിഷ്ഠ നടത്തിയത്? അരുവിപ്പുറം. പ്രതിഷ്ഠയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? കോൺസിക്രേഷൻ. എന്താ? കോൺസിക്രേഷൻ ഓഫ് ഐഡോൾ ഓഫ് ലോർഡ് ശിവ. ശിവപ്രതിഷ്ഠ നടത്തി. കോൺസിക്രേഷൻ ഓഫ് ഐഡോൾ ഓഫ് ലോർഡ് ശിവ. ശിവപ്രതിഷ്ഠ നടത്തി 1888. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പ്രതിഷ്ഠ നടത്തിയതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ പൂജ ചെയ്യാനുള്ള അവകാശം നൽകിയത് അവർണ സമുദായത്തിൽപ്പെട്ടവർക്കാണ്. അങ്ങനെ ഒരു സംഭവം അതുവരെ ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിക്കാർ മാത്രമേ പൂജ നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഉയർന്ന ജാതിക്കാര്, ബ്രാഹ്മണര് മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ നടത്താനായിട്ട് പാടുള്ളൂ, മറ്റു ജാതിക്കാർക്കൊന്നും അതിനുള്ള അവകാശമില്ല എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് അതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരു അത് തകർത്തെറിഞ്ഞു. ആളൊരു ക്ഷേത്രം പണിതു, എന്നിട്ട് അവിടെ ശിവന്റെ പ്രതിഷ്ഠ നടത്തി, ശിവപ്രതിഷ്ഠ നടത്തി. എന്നിട്ട് അവിടെ പൂജ ചെയ്യാൻ ആരെയാണ് അപ്പോയിന്റ് ചെയ്ത്? ആരിനെ പൂജ ചെയ്യാൻ അപ്പോയിന്റ് ചെയ്ത്? The lower caste people gained right to perform puja. Lower caste people gained right to perform puja. Lower caste people ne താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്
താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്, അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ ചെയ്യാനുള്ള അവകാശം നേടിയെടുക്കാൻ കഴിഞ്ഞു. അതാണ് അതിന്റെ പ്രത്യേകത. അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം നേടിയെടുക്കാൻ കഴിഞ്ഞു. ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം പൂജ. പിന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. കാരണം ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരം, നോളജ്, അറിവുണ്ടാവണം. ജനങ്ങൾക്ക് അറിവുണ്ടെങ്കിലാണ് അവർ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇത്തരം ചൂഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഓരോരോ നിയമങ്ങൾ അവരെന്നെ ഉണ്ടാക്കുക. താഴ്ന്ന ജാതിക്കാര് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാര് പൂജ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഉയർന്ന ജാതിക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. അപ്പൊ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ല, അറിവില്ല. അതുകൊണ്ട് അവരതിനെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു? ക്ഷേത്രം പണിതു. എന്നിട്ട് അതിനോടനുബന്ധിച്ച് എന്താ സ്ഥാപിച്ചത്? He started schools and libraries along with temples. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് he started schools and libraries along with temples. ക്ഷേത്രത്തിന്റെ കൂടെ സ്കൂളുകളും ലൈബ്രറികളും ആരംഭിച്ചു. വിദ്യാലയങ്ങളും വായനശാലകളും ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ കൂടെ. കാരണം ക്ഷേത്രം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ക്ഷേത്രത്തോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം SN കോളേജ്, ശ്രീനാരായണ കോളേജ്. അപ്പൊ ശ്രീനാരായണ ഗുരു അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഇപ്പോൾ കോളേജായി മാറിയിട്ടുള്ളത്. അദ്ദേഹം ക്ഷേത്രം പണിയെ മാത്രമല്ല ചെയ്തത്, ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് സ്കൂളും സ്ഥാപിച്ചു, വായനശാലയും സ്ഥാപിച്ചു. കാരണം ആളുകൾ ജസ്റ്റ് ഭക്തി മാത്രം ഉണ്ടായ പോരാ, വിദ്യാഭ്യാസം ഉണ്ടാവണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. രണ്ടും വേണം. കാരണം ചിലർക്ക് വിദ്യാഭ്യാസം മാത്രമുണ്ട്, അവർക്ക് എന്തില്ല? ധാർമ്മികത അല്ല, മറ്റുള്ളവരെ പറ്റിക്കാനും ചതിക്കാനും അല്ലെ സ്വാർത്ഥരാവാതിരിക്കാനും വേണ്ടി കുറച്ച് ദൈവബോധം വേണം. അപ്പൊ ഈ രണ്ടും കൂടി കൊടുക്കാനാണ് ശ്രീനാരായണ ഗുരു പരിശ്രമിച്ചത്. രണ്ടും കൊടുക്കുക, എല്ലാ വ്യക്തികൾക്കും രണ്ടും കിട്ടണം. മതവിദ്യാഭ്യാസം കിട്ടണം, ഭൗതിക വിദ്യാഭ്യാസം കിട്ടണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ക്ഷേത്രവും പണിതു, അതോടൊപ്പം സ്കൂളും പണിതു. രണ്ടും ഒരുമിച്ചാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ്. അപ്പൊ ആ 3 പോയിന്റ് എല്ലാവരും അയച്ചോട്ടാ. 3 പോയിന്റ് എല്ലാവരും അയക്കാം. 3 പോയിന്റുകൾ എല്ലാവരും അയക്കട്ടാ. ഫസ്റ്റ് പോയിന്റ് എന്താ? ഒന്നാമത്തെ പോയിന്റ് എന്താ? ആയിരത്തി 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടാ. ഫസ്റ്റ് പോയിന്റ് അരുവിപ്പുറം പ്രതിഷ്ഠ, കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ അറ്റ് അരുവിപ്പുറം. ഫസ്റ്റ് പോയിന്റ് കേട്ടാ, കോൺസെക്രേഷൻ ഓഫ് ഐഡോൾസ് അറ്റ് അരുവിപ്പുറം. അരുവിപ്പുറം പ്രതിഷ്ഠ, കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ അറ്റ് അരുവിപ്പുറം. അരുവിപ്പുറം പ്രതിഷ്ഠ in 1888. Consecration of idol at Arivippuram. ശ്രീനാരായണ ഗുരു
ശ്രീനാരായണ ഗുരു പെർഫോംഡ് കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ അറ്റ് അരുവിപ്പുറം ഇൻ 1888. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടാ. ശ്രീനാരായണ ഗുരു 1858 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം പൂജ. ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം പൂജ. അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു. രണ്ടാമത്തെ പോയിന്റ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു. അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു. മൂന്നാമത്തെ പോയിന്റ്, he started schools and libraries along with temples. ക്ഷേത്രത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും ആരംഭിച്ചു. He started schools and libraries along with temples. ക്ഷേത്രത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. 3 പോയിന്റ് കേട്ടാ. 3 points ആണ് എഴുതി അയക്കേണ്ടത്. ശ്രീനാരായണ ഗുരു മെയ്ഡ് കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ അറ്റ് അരുവിപ്പുറം 1888. ഞാൻ അതിന്റെ വേർഡ്സ് കാണിച്ചു തരാം. ഒന്ന് കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ, ഫസ്റ്റ് പോയിന്റ്. അരുവിപ്പുറം പ്രതിഷ്ഠ, ഫസ്റ്റ് പോയിന്റ് കേട്ടാ. ശ്രീനാരായണ ഗുരു മെയ്ഡ് കോൺസെക്രേഷൻ ഓഫ് ഐഡോൾ അറ്റ് അരുവിപ്പുറം ഇൻ 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. രണ്ടാമത്തെ പോയിന്റ്, ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം പൂജ. അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു. അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം ലഭിച്ചു. മൂന്നാമത്തെ പോയിന്റ്, ഹി സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് ലൈബ്രറീസ് അലോങ് വിത്ത് ടെമ്പിൾസ്. അദ്ദേഹം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും ആരംഭിച്ചു. He started schools and libraries along with temples. അദ്ദേഹം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും സ്ഥാപിച്ചു. മിൻഹാജ് പറയട്ടെ. മിൻഹാജ് പറയും. അഭിഷേക് പ്രസിഡന്റ് കേട്ടോ. ഓക്കെ, ഞാൻ പ്രസിഡന്റ് എടുത്തിട്ടില്ല, അപ്പൊ പറയാൻ പറഞ്ഞതാ. അഭിഷേക് അയച്ചിട്ടില്ലേ? അഭിഷേക് എഴുതിയത് അയച്ചിട്ടില്ലേ? ഇത് അയച്ചിട്ടില്ല, അയച്ചുതരാം. ഓക്കെ, മിൻഹാജ് പറഞ്ഞിട്ടില്ല. ആര്യനന്ദ? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, വന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടത്തിരിപ്പാട്,
പട്ടിക്കാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ Chana revolt the Chana women of southern Travancore fought for the right to cover their upper body. As a result, Uttam Tirunal Maharaja was forced to permit the Chana women to wear jackets in 1859. അതുല്യ KS. The Chana revolted. The Chana women of southern Travancore fought for the right to cover their upper body. As a result, Uttam Tirunal Maharaja was forced to permit the Chana women to wear jacket in 1859. Anshali. Anshali. Okay. Niranjana. Niranjana. The Chana women of southern Travancore fought for the right to cover their upper body. As a result, Uttara Tirunal Maharaja was forced to permit the Chana women to wear jacket in 1869. പറയേ. ഹലോ മാഷേ. പറയേ. അഭിഷേക്, ഞാൻ ഇപ്പൊ ഒരു പുറത്താ, ഒരു വേറെ വീട്ടില. അപ്പൊ ഞാൻ ബുക്ക് എഴുതിയിട്ട് വൈകിട്ട് വിട്ടുതരാട്ടാ. ഓക്കെ, ശരി. ശരി. അമൃത. അമൃത പറയേ. യോഗക്ഷേമ സമിതി കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ Chana revolt Chana women the Chana women of southern Travancore fought for the right to cover their upper body. As a result, Uttara Tirunal Maharaja was forced to permit the Chana women to wear jackets in 1859. The consecration of the idol of Lord Shiva at Aruvipuram by Sri Narayana Guru in 1880. As people gained right to perform the pujas and the temple rituals, he gave importance to education and started schools and libraries along with temples. Okay. സ്വാതി പറയേ. ആരാ പേര് പറഞ്ഞേ? പേര് അവിൻ കൃഷ്ണ. ഓക്കെ ഓക്കെ, മതി മതി. സ്വാതി പറയേ. പണ്ഡിറ്റ് KP കുറുപ്പ്, അരയ സമാജം, മന്നത്ത് പത്മനാഭൻ, നായർ സർവീസ് സൊസൈറ്റി, വേദിക ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവം. ചാണാക്കലാപം ജാക്കറ്റിൽ മരുന്ന് ധരിക്കാനുള്ള അവകാശത്തിനായി ചാണാ സ്ത്രീകൾ പോരാട്ടം 1959 ഈ അവകാശം ചാണാ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ജോയൽ ജിറ്റോ. ജോയൽ പറയേ. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം സംബന്ധം ആൻഡ് മരുമക്കത്തായം ശ്രീനാരായണ ഗുരു നാരായണ ധർമ്മ പരിപാലന യോഗം ചാവറ established educational institutions and orphanages. അയ്യങ്കാളി സഹജന പരിപാലന സാധുജനാണ് കേട്ടാ, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം പക്കം അബ്ദുൽ ഖാദർ സഹോദര പ്രസ്ഥാനം. പറഞ്ഞോ.
തിരുവിതാംകൂർ കിട്ടുന്നില്ല സാറേ, ഞാൻ ഒന്ന് പഠിച്ചിട്ട് പറയാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ട്ടാ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ. ശ്രേയ ലക്ഷ്മി അരേ സമാജ് പറയാം. സ്വാമികൾ സമത്വ സമാജം ചട്ടമ്പി സ്വാമികള് കൂട്ടുകുടുംബം സംബന്ധം പിന്നെ മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപാലന യോഗം ചേർന്നു. കുയ്യക്കോസ് AS ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. പിന്നെ അയ്യങ്കാളി സാധന പരിപാലനം പിന്നെ മക്കം അബ്ദുൾ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പിന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി VT വട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാരഗുരു ദേവൻ പ്രത്യക്ഷ ദൈവസഭ പിന്നെ കലാപം മാറാക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന സ്ത്രീകൾക്കും അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. അവർണ ജാതിയിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം നേടിയെടുക്കാൻ കഴിഞ്ഞു. ക്ഷേത്രത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും പാഠശാലകളും സ്ഥാപിച്ചു. കൃഷ്ണപ്രിയ. The consecration of the ideal of Lord Shiva at Adipuram by Sri Narayana Guru in 1888 caused the rise of new insights in the social sphere. Consequently, the lower caste people gained the rights to perform the temple rituals and the pujas. He started the schools and library along with the temples. Okay, good. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം വൈക്കത്ത് സത്യാഗ്രഹം 1924. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് ട്ടാ. Major struggle. Vaikam Satyagraha is a major struggle that took place in Kerala for right to travel. Vaikam Satyagraha is a major struggle that took place in Kerala for right to travel. Right to travel nu vendite Vaikam Satyagraha is a major struggle that took place in Kerala for right to travel. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ടൊരു സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇറ്റ് വാസ് ലെഡ് ബൈ TK മാധവൻ. TK മാധവനാണ് അതിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചു. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിച്ചു. Lower caste got permission to travel through the roads around the Vaikam temple. വൈക്കം ടെമ്പിളിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ് ലോവർ കാസ്റ്റിന് ലഭിച്ചു. ലോവർ കാസ്റ്റ് ഗോട്ട് പെർമിഷൻ ടു ട്രാവൽ ത്രൂ റോഡ്സ് അറൌണ്ട് വൈക്കം ടെമ്പിൾ. അങ്ങനെ ലോവർ കാസ്റ്റിന് വൈക്കം ടെമ്പിളിന് അറൌണ്ടുള്ള റോട്ടിൽ കൂടെ ഒക്കെ നടക്കാനായിട്ടുള്ള പെർമിഷൻ ലഭിച്ചു.
സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. സമരത്തിന്റെ നേതാവ് ടി കെ മാധവനായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. അതായത് അതിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ആർക്കാണ് നടക്കാൻ അവകാശമില്ലാത്തത്? റോട്ടിൽ കൂടെ നടക്കാൻ അവകാശമില്ലാത്തത് ആർക്കാ? പറഞ്ഞേ. റോട്ടിൽ കൂടെ നടക്കാനായിട്ട് അവകാശം ഇല്ലാത്തതായിരിക്കാ? ലോവർ കാസ്റ്റ്, അവർണർക്ക്, താഴ്ന്ന ജാതിക്കാർക്ക് റോട്ടിൽ കൂടെ നടക്കാൻ, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോട്ടിൽ കൂടെ നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരാ? ടി കെ മാധവൻ. ടി കെ മാധവനാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്ത്? സവർണരിന്നിട്ട് താഴ്ന്ന ജാതിയാണോ? അല്ല. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. താഴ്ന്ന ജാതിക്കാർക്ക് റോട്ടിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ജാഥ നടത്തിയതാരാ? സവർണരാണ്. സവർണ ജാതി, ഉയർന്ന ജാതിക്കാരാണ് ജാഥ നടത്തുന്നത് കേട്ടോ. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഉയർന്ന ജാതിക്കാരും ആരെ സപ്പോർട്ട് ചെയ്തു? താഴ്ന്ന ജാതിക്കാരെ മന്നത്ത് പത്മനാഭനൊക്കെ അതിന് ഉദാഹരണമാണ്. മന്നത്ത് പത്മനാഭൻ ഒക്കെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി സമരം നടത്തി. അവരൊക്കെ അങ്ങനെയുണ്ട് പലരും. അവരൊക്കെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെ താഴ്ന്ന ജാതിക്കാരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അവരുടെ വീടുകളിൽ നിന്ന് അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയാണല്ലോ. അന്നത്തെ വലിയ വലിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, റൈറ്റ് ടു ട്രാവലിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നത്. അതിൽ ജാഥ നടത്തുന്നത് സവർണരാണ്. സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. അതാണ് മന്നൻ ജയന്തി. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് മന്നൻ ജയന്തി. ഇനി അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു, താഴ്ന്ന ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. ഓക്കെ, ഈ 3 പോയിന്റ് എഴുതിക്കോട്ടാ. വൈക്കം സത്യാഗ്രഹത്തിലെ 3 പോയിന്റ് എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ്, Vaikam Satyagraha was a major struggle that took place in Kerala for right to travel. Vaikam Satyagraha was a major struggle that took place in Kerala for right to travel. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 1924 മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചു. മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണജാഥ. ലോവർ കാസ്റ്റ് ഗോട്ട് പെർമിഷൻ ടു ട്രാവൽ ത്രൂ റോഡ്സ് അറൗണ്ട് വൈക്കം ടെമ്പിൾ. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ നടക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക്, അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. ഓക്കെ, ഇത് അയച്ചോട്ടാ. അഖിൽഷ കേറിയിട്ടില്ല. അഖിൽഷ ആബ്സെന്റ് ആണോ? ഫിദ പറയേ. ഫിദ Srinarayana Guru at the consecration of the idol of Lord Shiva at Aruvipuram. The consecration of the idol of Lord Shiva at Aruvipuram by Srinarayana Guru in 1880 caused the rise of new insights in the social sphere. Consequently, the lower caste people gained to right to perform the pujas and temple rituals in front of the Aruvipuram temple. Srinarayana Guru inscribed, "It is a model place where people live without caste disparity or religious aversion, but with
fraternity. Guru gave importance to education and started schools and libraries along with the temples. He wished to enlighten through education and strengthen by union, calling for not to agree and win but to know and inform. He convened an all religion conference in Alua. Okay. Gauri. Of the ideal of Lord Shiva and Aravapuram in 1800 got the permission to then Guru gave importance to education, libraries and schools. Michael Satyagraha was major struggle with was the right to travel. This was led by Padmanabhan on the Savarna Jata. A lower caste allowed the permission to travel to the roads. ഓക്കെ ഗൗരി. പിന്നെ റിഷാന. പോരാട്ടം നടത്തി ഇത് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർദ്ദേശിക്കുകയുണ്ടായി. 1887 അരിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് പൂജ നടത്താനുള്ള അവകാശം നേടിയെടുത്തു. ക്ഷേത്രത്തിൽ വായനശാലകളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഓക്കെ. തമന്ന. Consecration of idol Arippuram in 1888, Lord caused people to gain right to perform the pujas and temple rituals. He started schools and libraries along with the temple. സന്മയ. Made consecration of the idol at Arivippuram in 1888. Lower caste people gained right to perform the pujas and temple rituals. He started schools and libraries along with the temples. Vaikam Satyagraha was major struggle that took place in Kerala for right to travel. Mannar Padmanabhan organized Savarna Jata. Lower caste people got permission to travel through the road around the Vaikam temple. Okay, good. Adulya, guess. The Sri Narayana Guru made the consecration of the ideal of Atya Arivippuram in 1888. The lower caste people gained the right to puja. He started schools and library along with temples. Okay. ഞാനത് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ലേറ്റ് ആയിട്ട് പോവുകയും ചെയ്യാം, പറയാനുള്ളവർക്ക് പറയുകയും ചെയ്യാം. ഇനി ജസ്റ്റ് 2 പോയിന്റും കൂടി ഉള്ളൂ. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആവും. ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ was a major struggle for entry for all classes of Hindus into Guruvayur temple.
for entry for all caste, for entry for all caste of Hindus. Guruvayur Satyagraha was a major struggle for entry for all caste of Hindus into Guruvayur temple. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കാൻ ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹ was a major struggle. Guruvayur Satyagraha was a major struggle for entry for all caste of Hindus into Guruvayur temple. എന്ന് പറഞ്ഞു നോക്കിയേ, ഗുരുവായൂർ സത്യാഗ്രഹ was a major struggle for entry കിട്ടാൻ വേണ്ടിയിട്ട് for all caste, എല്ലാ കാസ്റ്റുകൾക്കും, of Hindus, ഹിന്ദുക്കളിലെ എല്ലാ ജാതിക്കാർക്കും, for all caste of Hindus into Guruvayur temple. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. AK ഗോപാലൻ LDF AKG എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ വെക്കുന്ന കണ്ടിട്ടില്ലേ? അവരുടെ ഓരോ പ്രോഗ്രാംസിന് കണ്ടിട്ടുണ്ട്. AKG അദ്ദേഹമാണ് AK ഗോപാലൻ. K കേളപ്പൻ ആയിരുന്നു നേതാവ്. സമര വളണ്ടിയർ AK ഗോപാലനായിരുന്നു. It was led by K കേളപ്പൻ. AK ഗോപാലൻ was volunteer captain. It was led by K കേളപ്പൻ. K കേളപ്പനാണ് ഇത് ലീഡ് ചെയ്തത്. AK ഗോപാലൻ was volunteer captain. അപ്പൊ ഈ സമരത്തോട് കൂടിയിട്ട് 1931 ഈ സമരം ആരംഭിച്ചു. ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് 1936 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. 1936 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. ഇതിന്റെ ഫലമായിട്ട് 1936 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അപ്പൊ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും എൻട്രി ലഭിച്ചു. പിന്നീട് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അതിലാണ് മലബാറിലെ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും, തിരുവിതാംകൂറിൽ കിട്ടി, മലബാറിൽ കിട്ടി. പിന്നെ കൊച്ചിയിൽ നടന്നു ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ കൊച്ചിയിൽ അങ്ങനെ എല്ലായിടത്തും കിട്ടിയത് 3 വിളംബരങ്ങളിലൂടെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ആകെ 3 പോയിന്റ് പറയണ്ടോ? ഏതാ? ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ 3 പോയിന്റ് ഇത് മാത്രം പറഞ്ഞാൽ മതി. ഏതൊക്കെയാ? ഒന്ന്, ഗുരുവായൂർ സത്യാഗ്രഹ വാസ് എ മേജർ സ്ട്രഗിൾ ഫോർ എൻട്രി ഫോർ ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ഗുരുവായൂർ ടെമ്പിൾ. രണ്ടാമത്തെ ഇറ്റ് വാസ് ലെഡ് ബൈ K കേളപ്പൻ. മൂന്നാമത്തെ AK ഗോപാലൻ വാസ് വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ 3 പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ 3 പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. അടുത്തത്, കേരളത്തിൽ
സ്ത്രീകൾ നേതൃത്വം വഹിച്ച ദേശീയ സമരങ്ങൾ ഏതെല്ലാം? കേരളത്തിലെ സ്ത്രീകൾ നേതൃത്വം വഹിച്ച ദേശീയ സമരങ്ങൾ. നാഷണൽ മൂവ്മെന്റ് ലെഡ് ബൈ വിമൺ ഇൻ കേരള. നാഷണൽ മൂവ്മെന്റ്സ് ലെഡ് ബൈ വിമൺ ഇൻ കേരള. കേരളത്തിൽ സ്ത്രീകൾ നേതൃത്വം വഹിച്ച സമരങ്ങൾ. നാഷണൽ മൂവ്മെന്റ്സ് ലെഡ് ബൈ വിമൺ ഇൻ കേരള. ഒന്ന് മലബാർ കലാപം. മലബാർ കലാപം, വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷ പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം. പിന്നെ എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിൽ നേതൃത്വം നൽകിയത്. അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവര് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകി. ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്, പിക്കറ്റിംഗ് ലിക്കർ ഷോപ്സ്, ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി ആൻഡ് പോപ്പുലറൈസിംഗ് ഖാദി. ഇതൊക്കെയാണ് സ്ത്രീകൾ നടത്തിയ മൂവ്മെന്റ്സ് കേരളത്തിൽ. എ വി കുട്ടിമാളു അമ്മ മലബാറിലത്തെ ലീഡറായിരുന്നു. അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും ട്രാവൻകൂറിലെ ലീഡേഴ്സ് ആയിരുന്നു. അപ്പൊ ഇത്രയുള്ളത് ഞാൻ PDF ഇട്ട് തരാം.